പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥനയെ പ്രത്യേകം ചോദിക്കുന്നു. കാരണം ഞാൻ ഇച്ചിരി ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ നിന്ന് ജസ്റ്റ് ഇപ്പോൾ ഒരു 15 മിനിറ്റ് മുമ്പേ ഫ്രീ ആയുള്ളൂ. എങ്കിലും ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവം നമ്മളോട് ഇടപെടും. ഹല്ലേലൂയ. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം ആവശ്യമുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥനയുടെ ഓരോ കാര്യങ്ങളും വളരെ ആഴത്തിലുള്ള ആശയങ്ങളടങ്ങിയ ഒരു പ്രാർത്ഥന പാറ്റേൺ ആണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സാജു ബ്രദർ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ചക്കാലം പഠിച്ച ആ കാര്യത്തിൻ്റെ ഏറ്റവും എസൻസ് ആയ ഒരു കാര്യം പറയുകയാണെങ്കിൽ, യഥാർത്ഥമായി നമുക്ക് ദൈവത്തിൽ നിന്ന് ക്ഷമയും ദൈവത്തിൽ നിന്ന് ഉള്ള വിടുതലും അനുഗ്രഹവും യഥാർത്ഥമായ ഒരു ഫ്രീഡം കിട്ടണമെങ്കിൽ നമുക്ക് യഥാർത്ഥമായ സ്നേഹം, അതായത് ദൈവസ്നേഹം കൂടിയേ തീരും. നമ്മൾ ആ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചായിരുന്നു, യഥാർത്ഥ ഒരു ശിഷ്യനാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അഗപ്പയുള്ള വ്യക്തിക്ക് മാത്രമേ ശിഷ്യൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിക്കും അല്ലാത്ത വ്യക്തികൾ ആ ശിഷ്യത്വത്തിലോട്ട് യഥാർത്ഥമായി കടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം യേശുവിൻ്റെ ഒരു സ്വഭാവമാണ് ആ ദൈവസ്നേഹം. ആ ദൈവസ്നേഹം, അതായത് ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് പോലെ, നമ്മൾ വളരെ ബലം കായ്ക്കുന്നതിനാൽ പിതാവ് അത് മഹത്വപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു മഹത്വത്തിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് പ്രാർത്ഥനയുടെ ആ നെക്സ്റ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. മത്തായി സുവിശേഷം 6:13 കാണുന്ന ആ കാര്യം. 6:13. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭയങ്കര മർമ്മ, അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് യേശു ഇവിടെ നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കോണ്ടസ്റ്റോ വാക്യങ്ങളോ സംഭവങ്ങളോ ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഫ്രാങ്കിലി പറയാണ്, ഈ ദൈവം ഈ ഒരു സെഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ബൈബിൾ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിലാണ് ഇതിൻ്റെ ആഴം ഇത്രയും ഡീപ്പാന്ന് മനസ്സിലായത്. ഇത് മനസ്സിലായാൽ നമ്മൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങളെ പരീക്ഷയിലാവപ്പെടുത്തല്ലേ, ദൈവമേ ഞങ്ങളെ പരീക്ഷയിലാവപ്പെടുത്തല്ലേ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് നമുക്ക് പോവാം. ഹല്ലേലൂയ. ഞാൻ എല്ലാ ദൈവങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു, കാരണം ഞാനും വളരെ ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വേണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ എംപവർ ചെയ്യും. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഹല്ലേലൂയ, നമ്മളെ ഓരോരുത്തരെയും, ഹല്ലേലൂയ, യഥാർത്ഥ സകല സത്യത്തിലും വഴി നടത്തുകയും ആ സത്യം നമ്മളെ ഗ്രഹിപ്പിച്ച് നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ വചനം പഠിക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴൊക്കെയും യഥാർത്ഥമായ സത്യം നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്, നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം കൊണ്ടല്ല. ബ്രെയിനിൻ്റെ പ്രവർത്തനം സത്യത്തെ കട്ട് ചെയ്യാൻ അത് കൂടുതലും ചാൻസ്.
അതുകൊണ്ട് പ്രാർത്ഥന ഉറപ്പായിട്ടും ആത്മാവിന്റെ പ്രവർത്തനം വേണം. ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വചനം ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. മറ്റേത് ഇതൊരു വേറൊരു രീതിയിൽ ഗ്രഹിക്കും. ആത്മാവിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ, ആത്മാവിന്റെ ഗൈഡൻസ് ഇല്ലെങ്കിൽ, ആത്മാവിന്റെ കൺട്രോൾ ഇല്ലെങ്കിൽ അത് എത്തേണ്ട രീതിയിൽ എത്തത്തില്ല. ഇനി കുറച്ചുകൂടെ ഞാൻ പറഞ്ഞാൽ, ആത്മാവിന്റെ പ്രസൻസിന്റെ സ്ഥാനത്ത് എങ്ങാനും സാത്താന്റെ ഒരു പ്രത്യേകമായ അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസൻസോ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രഹിക്കുന്നതിന്റെ നേരെ ഉൾട്ടയായിട്ട് നമ്മൾ ഗ്രഹിക്കും വചനം തന്നെ. ഹല്ലേലൂയ. അപ്പോ പരിശുദ്ധാത്മാവാണ് ഇവിടെ വേണ്ടത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇന്ന് പഠിക്കുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമേ എന്ന് യേശു പഠിപ്പിച്ചത് എന്തിനാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയണമേ അപ്പാ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങള്, മുഴുവൻ അകൃത്യങ്ങള്, മുഴുവൻ ലംഘനങ്ങള്, മുഴുവൻ ശാപങ്ങള് എല്ലാം അങ്ങയുടെ ക്രൂശിൽ വെക്കുന്നു. യേശുവെ, അങ്ങയുടെ മാംസം തിന്നാനും രക്തം കുടിപ്പാനും ഞങ്ങൾ വരുന്നപ്പാ. ദൈവമേ, അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ പരിപൂർണമായി കഴുകി വെടിപ്പാക്കണമേ. ഞങ്ങളെ മുഴുവൻ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കഴുകി വെടിപ്പാക്കണമേ. കർത്താവ്, ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമേ. ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ അപ്പാ. ദൈവമേ, യഥാർത്ഥ പരിജ്ഞാനം, അങ്ങയിൽ നിന്നുള്ള പരിജ്ഞാനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവികൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയനാഥ, അടിയനെ അഭിഷേകം ചെയ്യണമേ. ഇന്നത്തെ വചനം ശുശ്രൂഷിപ്പാനുള്ള കൃപ അടിയന് നൽകുമാറാകണമേ. ഇന്നത്തെ വചനം ഏറ്റെടുക്കുവാനുള്ള കൃപ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും, പിന്നീട് അത് യൂട്യൂബിൽ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. അവിടുത്തെ കരത്തിലോട്ട് ഇന്നത്തെ സ്റ്റഡി അപ്പൊ അടിയങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങളെ അടിയനെ വചനത്തെ ഒക്കെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് എംപവർ ചെയ്യണം, അവിടുന്ന് നടത്തണം, അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മൾ ഈ പ്രാർത്ഥനയുടെ കാര്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ. നമുക്ക് ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഏറ്റവും ആദ്യത്തെ പാപം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഈ ഹൗവയും സാത്താനുമായിട്ടുള്ള ആ ഇൻട്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരിക്കൽ കൂടെ ആ വചനങ്ങളൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ താഴോട്ടൊന്ന് വായിച്ചേട്ടെ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്നറിഞ്ഞ് അത്തിയില് കൂട്ടിത്തുന്നി തങ്ങളുടെ അര മറച്ചു. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. മതി മതി മതി. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഇവിടെ ഹൗവ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന
ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഞാനിതിൻ്റെ പലപ്പോഴും ഈ ഒരു വേദഭാഗം എടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കാൻ പറയുന്നത് കൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. പാമ്പ് പറഞ്ഞത് അനുസരിച്ച് പാപം ചെയ്തതിന് ശേഷമാണ് ഹവ്വയ്ക്ക് പ്രശ്നമായത്. അല്ലെങ്കിൽ അവർ ആ ദൈവത്തിൻ്റെ തേജസ് വിട്ടുപോയത്. പക്ഷേ പാമ്പിനോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത്, അതിന് മുമ്പ് സമയത്തൊക്കെ ഹവ്വ എന്നുള്ള വ്യക്തി, അല്ലെങ്കിൽ അവിടെ ഭൂമിയിൽ ആദമും ഹവ്വയും ഉള്ളൂ. അവര് നമുക്കൊരു കാര്യത്തിൽ യേശുവിനെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യേശുവിൻ്റെ മനുഷ്യത്വത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പാപവുമില്ലാത്ത, വളരെ പ്യുവറായ, പാപം വന്നിട്ടില്ല അതുവരെ, അത്രയും പ്യുവറായ ഒരു വ്യക്തിയായിരുന്നു ഹവ്വ. അതായത് ദൈവത്തിൻ്റെ തേജസ്സുള്ള, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ, പാപം എന്തെന്നറിയാത്ത, ഹല്ലേലൂയ, നമ്മളൊക്കെയും പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് യഥാർത്ഥമായി പണിയപ്പെട്ട് യേശുവിനോടൊക്കെ അനുരൂപരാകുക എന്നൊക്കെ പറയുന്ന അവസ്ഥ പോലും നമ്മൾ തിരിഞ്ഞ് ഈ പറഞ്ഞ ഈ അവസ്ഥയിൽ, ആ ഒരു ലെവലിൽ നമുക്ക് എത്താനേ പറ്റുള്ളൂ. ഓർക്കണം, അതായത് നമ്മൾ എത്ര വലിയ പ്രാർത്ഥന, അല്ലെങ്കിൽ എത്ര വലിയ വിശുദ്ധിയുടെ എക്സ്ട്രീം അവസ്ഥയിലിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും, ഈ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ ഹവ്വ അത്രയും പോലും വരുമെന്ന് എനിക്ക് തോന്നണില്ല. അത് ബ്രാൻഡ് ന്യൂ അവസ്ഥയല്ലായിരുന്നു. എന്നിട്ടും ഹവ്വ വീണുപോയി. ഹല്ലേലൂയ. അവിടെ സാത്താൻ ഹവ്വനെ പരീക്ഷിച്ച വിധം, അതിൻ്റെ കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്യുവറായിട്ടാണെങ്കിലും, ഒരു പാപവും ഇല്ലെങ്കിലും, നമ്മൾ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും നമ്മൾ പരീക്ഷിക്കപ്പെടാം. പരീക്ഷിക്കപ്പെട്ട പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. യേശു മാത്രമേ പിടിച്ചു നിന്നിട്ടുള്ളൂ. ഈ കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. പരീക്ഷിക്കപ്പെട്ട പിടിച്ചു നിൽക്കാൻ പാടാണ്. നമ്മുടെ യോബ് പിടിച്ചു നിന്നു. പക്ഷേ യോബ് കടന്നുപോയ അവസ്ഥ, അതിനുള്ള കൃപ, ഹല്ലേലൂയ. ഓഫ് കോഴ്സ് നമുക്ക് വചനത്തിൽ അറിയാം, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ ഒരിക്കലും ദൈവം നമ്മളെ പരീക്ഷയിൽ ഇടില്ല. പക്ഷേ സാത്താൻ വളരെ തന്ത്രശാലിയാണ്. സോ അറ്റ് ദ സെയിം ടൈം യേശു നമ്മളെ ഈ പഠിപ്പിച്ച വാണിങ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യവും നമ്മൾ മറന്നു പോകരുത്, ഇഗ്നോർ ചെയ്യരുത്. അതായത് എക്സ്ട്രാ ഓർഡിനറി സ്പിരിച്വൽ കേപ്പബിലിറ്റിയിലിരിക്കുന്ന വ്യക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു പക്ഷേ ദൈവം അനുവാദം കൊടുക്കണം പരീക്ഷിക്കാൻ. യോബിന്റെ കാര്യത്തിൽ നമുക്കറിയാം, പിന്നീട് പുതിയ നിയമത്തിൽ പത്രോസിന്റെ കാര്യത്തിൽ നമുക്കറിയാം. പക്ഷേ സേഫർ സൈഡ് യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും, പിന്നീട് ശിഷ്യന്മാരുടെ കാര്യത്തിൽ അവരെ ഉപദേശിച്ചപ്പോഴും, സേഫർ സൈഡ്, സീരിയസ്ലി ഞാൻ പറയാണ്, പരീക്ഷയിലാകപ്പെടാതിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം ഇവിടെ ഞാൻ മിക്കവാറും നിങ്ങൾക്ക് വേദവാക്യം അറിയാം. ഈ വാക്യം ഓൾമോസ്റ്റ് നമുക്ക് ബൈഹാർട്ടാണ്. അതുകൊണ്ട് വചനം ഞാൻ എടുത്ത് ചിലപ്പോഴേ വായിപ്പിക്കുള്ളൂ. പക്ഷേ എങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയാമായിരിക്കും. ഇവിടെ നമ്മൾ വായിച്ചു, ഹവ്വയുടെ അടുത്ത് ഈ സാത്താൻ വന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നു. ആ ചോദ്യത്തിന്റെ തുടക്ക സമയത്ത് ഹവ്വ ഈ വൃക്ഷത്തിന്റെ ഫലം ഒന്ന് തൊടാൻ പോലും തയ്യാറല്ലായിരുന്നു. അതൊക്കെ, അതായത് ഹവ്വയുടെ ക്രൂക്കഡ്നെസ്സോ അല്ലെങ്കിൽ പറഞ്ഞതിന്റെ പ്രശ്നമൊന്നുമല്ല. ഹവ്വയുടെ ആത്മാർത്ഥതയിൽ നിന്ന്, പരമാർത്ഥതയിൽ നിന്ന് ദൈവത്തിന്റെ വചനം, ദൈവം പഠിപ്പിച്ച കൽപ്പന ഏറ്റവും വിശ്വസ്തയോടെ അനുസരിക്കാനുള്ള വ്യഗ്രതയിൽ പറഞ്ഞതാണ്, അത് തിന്നുകയരുത്, തൊടുകയരുത്. ഇതേ അവസ്ഥയിൽ
പുതിയ നിയമത്തില് പത്രോസിന്റെ കാര്യത്തിലും കടന്നുപോയി. പത്രോസ് പറഞ്ഞു, നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെങ്കിലും ജയിലിൽ പോകാൻ തയ്യാറാണെങ്കിലും നിന്നെ വിട്ട് മാറുന്ന പ്രശ്നമില്ല. അതും പത്രോസ് നുണ പറഞ്ഞതോ പത്രോസ് ആത്മാർത്ഥതയില്ലാതെ പറഞ്ഞതാണെന്ന് നമ്മൾ കരുതരുത്. ആത്മാർത്ഥതയോടെ പറഞ്ഞതാ. ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ഹ്യൂമൻ കപ്പാസിറ്റി, നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ ഡിറ്റർമിനേഷൻ, നമ്മുടേതായ താല്പര്യം, ഹ്യൂമൻ കപ്പാസിറ്റി, അതിൽ നമ്മൾ പരീക്ഷയിൽ ജയിക്കില്ല. നമുക്ക് താല്പര്യമുണ്ട്, നമ്മൾ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ ഹല്ലേലൂയ, സാത്താൻ കുറച്ചു നേരം നമ്മുടെ അടുത്ത് പോലും കുറച്ചു നേരം സാത്താൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന പതിയെ സാത്താൻ പറയുന്നതാണ് ശരി. നമ്മൾ ഇത്രയും നാൾ നമ്മളെ ദൈവം പഠിപ്പിച്ച, ഇത്രയും നാൾ നമ്മൾ ഉൾക്കൊണ്ട വചനവും ഇത്രയും നാൾ നമ്മൾ മനസ്സിലാക്കിയ ബോധവും ഒക്കെ മറന്നുപോയിട്ട് സാത്താൻ പറയുന്നത് ചെയ്യും. അതല്ലേ നമ്മളിപ്പോൾ വായിച്ചത് ഹവ്വയുടെ കാര്യത്തിൽ. അവിടെ ഹവ്വയ്ക്ക് ആദ്യം ഈ സാത്താൻ പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല. നോ കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. പക്ഷേ 6-ാം വാക്യം വന്നപ്പോൾ, ഉൽപ്പത്തി 6-ാം വാക്യം വന്നപ്പോൾ ഈ ഹവ്വയുടെ ചിന്താഗതി, കാഴ്ചപ്പാട്, ആ ഹവ്വയുടെ എല്ലാ ഇടപാടും ടോട്ടലി ഉൾട്ടയായി. ഇവിടെ എഴുതിയേക്കുന്നത്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ട് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു. എന്തൊരവസ്ഥയല്ലേ! ഏറ്റവും ബ്രാൻഡ് ന്യൂ ആയ ദൈവത്തിന്റെ ഫ്രഷ് പ്രൊഡക്റ്റായ ഹ്യൂമൻ ബീയിങ് ദൈവത്തിന്റെ ഫുൾ സിസ്റ്റത്തിൽ വീണു പോകുന്നതിന് മുമ്പേ, ഓ ഹല്ലേലൂയ, ഈ പറിച്ച് തിന്നതിന് ശേഷമല്ലേ വീഴുന്നത്. ഈ പറഞ്ഞ ഈ വൃക്ഷഫലം അല്ലെങ്കിൽ ഈ 6-ാം വാക്യം തുടങ്ങുന്ന സമയത്ത് വീണിട്ടില്ല. ശ്രദ്ധിക്കണം. അതായത് വൃഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം എന്നൊക്കെ തോന്നിയ തോന്നലിന്റെ സമയത്ത് പോലും ഇവള് വീണിട്ടില്ല. പ്രിയ ദൈവമക്കളെ, ഞാൻ വീണ്ടും പറയും, ഞാൻ ഇതിനു മുമ്പേ പല പ്രാവശ്യം പറഞ്ഞതാ, മനുഷ്യന്റെ ഹ്യൂമൻ ഫ്രോണിയോ, ഹ്യൂമൻ ഐഡിയോളജി, ഹ്യൂമൻ തിങ്കിങ്, അത് പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മളെ നാശത്തിലോട്ട് കൊണ്ടുപോകുള്ളൂ, മരണത്തിലോട്ട് കൊണ്ടുപോകുള്ളൂ. ഇത്ര പ്യുവറായ ആദ്യമ മനുഷ്യന് ഇത് പറ്റിയെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ നമുക്ക് മസ്റ്റായിട്ട്, ഉറപ്പായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷൻ, ഗൈഡൻസ് ത്രൂ ഔട്ട് അത് കൂടിയേ തീരൂ. കാരണം യേശു ഈ പരീക്ഷനെ ജയിച്ചത് ആ രീതിയിലാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അവിടെ ഈ പരീക്ഷ യേശുവുമായിട്ടുള്ള സാത്താന്റെ ഇന്ററാക്ഷൻ കാണാം. ഹല്ലേലൂയ. സാത്താൻ വരുന്നത് നമ്മളെ നശിപ്പിക്കാൻ, അവൻ ഒരിക്കലും നമ്മളെ സഹായിക്കാൻ വരില്ല. മോഷ്ടിപ്പാൻ, അറപ്പാൻ, മുടിപ്പാൻ, അതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള മനസ്സിലാക്കണം. സാത്താൻ നമ്മളോട് ഒരു കാര്യം സംസാരിക്കുന്നുവെങ്കിൽ, ഒരു ഐഡിയ തരുന്നുവെങ്കിൽ, പ്രിയദൈവങ്ങളെ, കുറച്ചു നേരം ഈ പല ഈവിൾ തോട്ട്സോ സാധനം വരുന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ നമ്മൾ അതിനെ പുറത്താക്കിയില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ കഴിയുമ്പോൾ നമ്മൾ ഫെയിലാവും. നമ്മൾ മിക്കവാറും പാപം ചെയ്യും. സാത്താൻ പറഞ്ഞത് ചിലപ്പോൾ ശരിയാന്ന് തോന്നും. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ അതൊക്കെ നമുക്ക് തോന്നുന്നു, ചിലപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു അമർഷമോ വിദ്വേഷമോ, അവൻ എന്താ അങ്ങനെ ചെയ്ത, അല്ലെങ്കിൽ എന്താണ് അവരങ്ങനെ പറഞ്ഞ്. പ്രിയ ദൈവമക്കളെ, ഇങ്ങനത്തെ ഇടപാടൊക്കെ സാത്താന്റെയാ. ശരിയാണ്, അവൻ പറഞ്ഞതാ. കാരണം ഒരുപക്ഷെ അവനെ കൊണ്ട് പറയിപ്പിച്ച് അവനെ ഇൻഫ്ലുവൻസ്ഡ് ആയത് സാത്താനായിരിക്കും. പക്ഷെ നമുക്കത് തോന്നിയ, അവൻ അങ്ങനെ പറഞ്ഞാലും യഥാർത്ഥ ദൈവഭയത്തിലാണെങ്കിൽ നമ്മൾ
കുറച്ച് മുമ്പുള്ള പറഞ്ഞു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന്. ഓ, ആ ഒരു അവസ്ഥയിൽ അഗപ്പയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഹല്ലേലൂയ, ഒരു കാരണവശാലും അവൻ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും സാരില്ലാന്നേ, നമ്മൾ അവന്റെ ആ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ആ അന്ധകാര ശക്തി അവനിൽ നിന്ന് ശാസിച്ച് പുറത്താക്കി അവന് വേണ്ടി പ്ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കുക എന്നാണ് അതിന്റെ റൈറ്റ് മെത്തേഡ്. യേശു അങ്ങനെ നമ്മളെ പഠിപ്പിച്ചേക്കണേ. വി ക്യാൻ ഡു ഇറ്റ്. ഹല്ലേലൂയ. കാരണം അവന്റെ ഉള്ളിൽ ഒരു സാത്താൻ പ്രവർത്തിച്ച് അവനെ കൊണ്ട് തെറ്റായി പ്രവർത്തിച്ചിട്ട് ആ പ്രവർത്തനം കൊണ്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ നമുക്കൊരാളുടെ അമർഷമോ ദേഷ്യമോ തോന്നി വാട്ട് ആക്ച്വലി ഹാപ്പനിങ്, വാട്ട് ഈസ് ദ സിസ്റ്റം ബിഹൈൻഡ് ഇറ്റ്? ആ വ്യക്തിയിൽ സാത്താൻ പ്രവർത്തിച്ചു, അവൻ അതനുസരിച്ച് പ്രവർത്തിച്ചു, ഔട്ട്പുട്ട് എടുത്തു. അത് കേട്ടോണ്ട് നമ്മൾ അപ്പൊ സാത്താൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയും, എടാ അവൻ അങ്ങനെ പറഞ്ഞില്ല, അപ്പൊ നീ എന്തെങ്കിലും ചെയ്യണം. കാരണം ഇത് മെയിനായിട്ട് നമ്മുടെ ഈവിൾ ഡെപ്പോസിഷൻ, അതായത് ദേഷ്യത്തിന്റെ, പകയുടെ, പിണക്കത്തിന്റെ, ദൊന്നുവർഷത്തിന്റെ ഒക്കെ ഈവിൾ ഡെപ്പോസിഷൻ ഉള്ളിലുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഓൾറെഡി ഉള്ളിൽ തന്നെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ഈവിൾ ഡെപ്പോസിഷൻ മാറാൻ വേണ്ടി നമ്മൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ വീണ് കിടക്കുന്ന സ്വഭാവം നമ്മളതിന് കാസ്റ്റ് ഔട്ട് ചെയ്യണം. അതിനെ മെതിച്ച് പൊടിച്ച് പതിരാക്കി പാറ്റി പുറത്താക്കണം. അങ്ങനെ ഈവിൾ ഡെപ്പോസിഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇവർ പറയുന്ന നമ്മൾ പ്രകോപിതരാവില്ല. പക്ഷേ ഈവിൾ ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രകോപിതരാകും. കാരണം സാത്താന്റെ സാധനം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അവന് അനുകൂലമായ ഒരു സാധനം വന്നാൽ സംഭവം ട്രിഗർ ആവും. സംഭവം ട്രിഗറായ ഈ ചിന്താഗതി പിന്നെ കൊണ്ടിരുന്നത് സാത്താനാ. ആ മൊമെന്റിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ അപ്പോഴും ഉണ്ട്. ആ മൊമെന്റിൽ ആത്മാവ് പറയും വേണ്ടാട്ടോ, അത് സംഭവം നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ആ മൊമെന്റിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിൽ ദുഷ്ടപിശാചേ, നിന്നെ യേശുവിന്റെ നാമത്തിൽ എന്നിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് കൽപ്പിച്ചാൽ, അങ്ങനെ കൽപ്പിച്ചു നോക്ക്, ആ സാധനങ്ങൾ മാറിപ്പോകും. പക്ഷേ കൽപ്പിക്കാതെ ഇവൻ പറയുന്ന ചിന്താഗതി നമ്മൾ ശരിയാന്ന് കൽപ്പിച്ച്, എനിക്ക് തോന്നുന്നില്ല ഒരു 3-4 മിനിറ്റിന് അപ്പുറം നമ്മൾ അപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുമില്ല, അപ്പോഴത്തേക്കും നമ്മൾ ഭാഗം ചെയ്തിരിക്കും. ചിന്താഗതിയിലോ പ്രവൃത്തിയിലോ വാക്കിലോ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കും. ഇറ്റ്സ് ദാറ്റ് സെൻസിറ്റീവ്. ഹല്ലേലൂയ. കാരണം യേശുവിന്റെ സന്നിധിയിൽ യേശു അതിനെ സാത്താൻ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു തരത്തിലും ഒരു കോംപ്രമൈസും കൊണ്ടുവന്നിട്ടില്ല. അവന്റെ തന്ത്രം മനസ്സിലാക്കി അവൻ ആൻസർ കൊടുത്തു. ഹല്ലേലൂയ. യെസ്, ആമേൻ. ഇയ്യോബിന്റെ കാര്യത്തിലാണെങ്കിലും അവൻ ഒരു കാരണവശാലും വീണില്ല. അവന്റെ കൃപ, ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യം അത്ര അത്ര സ്ട്രോങ് ആയിരുന്നു ഇയ്യോബില്. ഇവിടെ യേശുവിൽ ഓഫ് കോഴ്സ് യേശു ദൈവമാണ്. അപ്പൊ നമുക്ക് മനുഷ്യന്റെ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയാം, യേശുവിന്റെ സംസാര രീതി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് നമ്മൾ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പിതാവ്, അത് ഒന്ന് വായിക്കാവോ? യോഹന്നാന്റെ സുവിശേഷം 14:10. ഞാൻ പിതാവിലോ പിതാവെങ്കിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ സംസാര രീതി എങ്ങനെയാ? അതായത് ഇത് നമുക്കും പറ്റും. അതായത് പരിശുദ്ധാത്മാവിൽ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പരീക്ഷ വരുമ്പോൾ ആ പരീക്ഷനെ, അല്ലെങ്കിൽ അവൻ ചുരുക്കുന്ന മിക്കവാറും ചിന്തയിൽ കൂടെ ആയിരിക്കും വരിക. അതുകൊണ്ടാണ് ദാവീദിന്റെ റൂഹേനെ, ദാവീദിന്റെ സ്പിരിറ്റിനെ എടുത്ത് ദൈവത്തിന്റെ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു എന്നുള്ള വാക്യം എഴുതിയേക്കുന്നത്. അപ്പൊ അങ്ങനെ ആത്മാവിനെ ദൈവത്തിന്റെ സന്നിധി ഭരമേൽപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ പരിശുദ്ധാത്മാവും ദാവീദിന്റെ ആത്മാവുമായിരുന്നു പിന്നെ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമുക്കാണെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ആത്മാവിനെ പർപ്പസ്ഫുള്ളി ഹല്ലേലൂയ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും.
പക്ഷെ നമ്മൾ അത് ചെയ്യാതിരിക്കുമ്പോൾ മിക്കവാറും സാത്താൻ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ആ ജഡമോഹം, കൺമോഹം, ആ ഒരു ജീവനത്തിന്റെ പ്രതാപം എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവൻ കയറി നമ്മുടെ സ്പിരിറ്റിനെ അക്സസ് ചെയ്ത് ആ സ്പിരിറ്റ് നമ്മളെ തോന്നിപ്പിക്കുന്ന തോന്നലിൽ ഓരോ പരീക്ഷയുമായി വന്ന് നമ്മളെ വീഴ്ച കളയാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. കാരണം യേശുവിന്റെ കാര്യത്തിൽ യേശു ഒരു തരത്തിലുള്ള കോംപ്രമൈസും അവിടെ പറഞ്ഞില്ല. പകരം ദൈവത്തിന്റെ ആ സിസ്റ്റത്തിൽ നിന്ന് ഡിഫെൻഡ് ചെയ്ത് നമുക്കും പറ്റും. ഇൻ കേസ് ഞാൻ പറയണത്, സപ്പോസ് ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അലോ ചെയ്താൽ ജയിക്കേണ്ട വിധമാ പറയണേ. പക്ഷെ എന്നും പറഞ്ഞ് ഫണ്ടമെന്റൽ മറന്നുപോലെ ഇങ്ങനൊരു പരീക്ഷയിൽ നമ്മൾ അകപ്പെടാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചുകൊള്ളണം. ഹല്ലേലൂയ. കാരണം പരീക്ഷയിൽ അകപ്പെട്ട ഭയങ്കര പ്രശ്നം. അപ്പൊ ഞാനിപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് ഈ പരീക്ഷയിൽ അകപ്പെട്ടാലുള്ള പ്രശ്നമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് ഭയങ്കര സെൻസിറ്റീവ്, അത്ര സെൻസിറ്റീവാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം, അതൊന്ന് വായിക്കാവോ? വെളിപ്പാട് പുസ്തകം 12-10. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ ഒരു കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളിത് മറന്നു വരും. ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമ്മൾ എത്ര നല്ല അവസ്ഥയിലിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളെ വീഴിക്കാൻ വേണ്ടി, നമ്മളെ തള്ളിയിടാൻ വേണ്ടി നമുക്കെതിരായിട്ട് സാത്താൻ വാദിച്ചുകൊണ്ടേയിരിക്കുക. ഇത് നമ്മൾ മറന്നു പോകരുത്. 24/7 ഒരുപക്ഷെ മുഴുവൻ സമയവും നമ്മൾ ദൈവത്തിന്റെ കൂടെയാണെങ്കിലും അല്ലാതാണെങ്കിലും ഇപ്പോഴും സാത്താൻ പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പെർമിഷൻ ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അവൻ ഓരോ തക്കം പാർത്തിരിക്കുക. അപ്പോൾ പ്രിയ ദൈവങ്ങൾ, ഇത് മനസ്സിലാക്കി. അതായത് ഒന്നാമത് നമ്മൾ ശരിക്കും മനസ്സിലായി, ഹവ്വയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല, പത്രോസിന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അപ്പോ പിടിച്ച് നിൽക്കാൻ, അല്ലെങ്കിൽ അതായത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് മെത്തേഡ്. അതാണ് വേണ്ടതും. ഹല്ലേലൂയ. പിന്നെ ഈ ദൈവം വളരെ ചില പ്രത്യേക ഘട്ടത്തിൽ മാത്രം ദൈവം പരീക്ഷിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കും. ആ സമയത്ത് നമുക്ക്, അതായത് പരീക്ഷയിൽ ജയിക്കുക എന്നല്ലാതെ ഒരു മാർഗവുമില്ല. അത് നമ്മൾ ജയിച്ചേ പറ്റുള്ളൂ. പക്ഷേ അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ പരീക്ഷയിൽ അകപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഒരു ആവശ്യവുമില്ലാതെ. കാരണം ഹല്ലേലൂയ, വി ആർ മിസ്സിങ് ദിസ് ഇമ്പോർട്ടൻറ്റ് പ്രയർ. പലപ്പോഴും നമ്മൾ ഈ പ്രയർ നമ്മൾ മറന്നു പോവുക, പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ എനിക്കിത് മനസ്സിലായ സമയത്ത് എൻ്റെ ഇത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആണല്ലോ എന്ന് ഓർത്ത്. പലപ്പോഴും നമ്മുടെ പല വീഴ്ചകളുടെയും കാരണം നമ്മൾ ഈ പ്രാർത്ഥന മറന്നുപോയതാ. ഈ പ്രാർത്ഥന ഇത് ഫുൾ ടൈം നമ്മൾ എപ്പോഴൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നോ അപ്പോഴൊക്കെ ആത്മാർത്ഥമായി ആവശ്യബോധത്തോടെ ചങ്കി തട്ടി, അല്ലെങ്കിൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, എന്നെ പരീക്ഷയിൽപ്പെടുത്തരുത്. എൻ്റെ നമ്മുടെ ഉത്തരവാദിത്ത മണ്ഡലം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി മണ്ഡലങ്ങൾ. അത് കുടുംബമുണ്ട്, നമ്മുടെ ജോലിയുണ്ട്, നമ്മുടെ ഏതെങ്കിലും ശുശ്രൂഷയുണ്ടെങ്കിൽ ശുശ്രൂഷയുണ്ട്, നമ്മുടെ ആത്മീയ ഭൗതികമായ അതുപോലെ എല്ലാ മേഖലകളിലും നമ്മുടെ ഉത്തരവാദിത്ത മണ്ഡലം ഉണ്ടാവും. ആ ഉത്തരവാദിത്ത മണ്ഡലങ്ങളെ മുഴുവൻ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കവർ ചെയ്ത്, ദൈവമേ ഒരു കാരണവശാലും പരീക്ഷയിൽ അകപ്പെടരുത്. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നിട്ട് വേണം, അതായത് ഈ ബേസിക് പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കി ലെവലിലോട്ട് പോകാൻ. ഹല്ലേലൂയ. പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ സാത്താൻ കയറി വന്ന് നിരങ്ങി മൊത്തം പാപത്തിലാക്കി, മൊത്തം പ്രശ്നത്തിലാക്കി, മൊത്തം പ്രശ്നം. അതേസമയം ആത്മാർത്ഥമായി ഈ ഒരു സത്യം മനസ്സിലാക്കി 24/7 നമ്മളെ വീഴിക്കാൻ വേണ്ടി ഒരാൾ കച്ച കെട്ടി നിൽക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര ആത്മാവിന്റെ പെർഫെക്ഷനിലാണെങ്കിൽ പോലും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കാര്യം പറയുകയും വേണ്ടല്ലോ.
ആത്മാർത്ഥമായി പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ചിലപ്പം നമ്മുടെ ചിന്താഗതിയിലോ അല്ലെങ്കിൽ മണ്ഡലങ്ങളിലോ അന്ധകാര ശക്തി അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ആത്മാവുള്ള വ്യക്തിക്ക് അറിയാൻ പറ്റും. ആ നിമിഷം ദൈവത്തിന്റെ ദൈവമേ ഈ ദുഷ്ട പിശാചിനെ പരിപൂർണമായി ഇതിൽ നിന്ന് മാറ്റണം. ആ അത് പരീക്ഷയിൽ അകപ്പെടുത്തല്ലേ എന്ന് ഇത് ശരിക്കും പറഞ്ഞ് ഇതാണ് ഞാൻ അഡ്വൈസ് ചെയ്യണേ. എപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നോ, എപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നോ, ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യം അപേക്ഷിക്കാതെ മനസ്സിലാക്കി അപേക്ഷിക്കാതെ ശരിക്കും, അതായത് നമ്മൾ ഇപ്പം നല്ല രീതിയിലായിരിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ. പക്ഷെ നാളെ നമ്മൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് മിനിറ്റുകൾ ശേഷം നമ്മൾ വീണു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചേ തീരൂ. ഹല്ലേലൂയ. ആമേൻ. അതാണ് യേശു നമ്മളെ ഈ പുതിയ നിയമത്തിൽ യേശുവിന്റെ ആ ഗെത്സമന പ്രാർത്ഥനയുടെ സമയത്ത് ശിഷ്യന്മാർ ഉറങ്ങുന്ന ഒരു അവസ്ഥയിൽ മത്തായി സുവിശേഷം 26 ആ 41 ആ ഭാഗങ്ങളിലൊക്കെ, അതായത് ആ ഭാഗം ഒന്ന് വായിക്കോ. മത്തായി സുവിശേഷം 26:41. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇത് നമ്മൾ ശരിക്കും നമ്മൾ എടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. അതായത് നമ്മൾ ഇത് കാര്യം ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പിന്നെയും ഓർപ്പിക്കുകയാണ്, നമ്മൾ എന്നുള്ള വ്യക്തി, നമുക്കൊരു ശരീരമുണ്ട്, ആത്മാവുണ്ട്, നമുക്ക് സോളുണ്ട്. സോളിലാണ് ഈ സാത്താൻ്റെ ടാർഗറ്റ്. ദൈവം നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ സോളാണ് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ആത്മാവ് ഒരുക്കമുള്ളത് നോ ഡൗട്ട്. പക്ഷെ നമ്മൾ ശരീരത്തിലാണ് വസിക്കുന്നതെങ്കിൽ വസിക്കുന്നത് ആയതുകൊണ്ട് ഈ ശരീരത്തിന്റെ മുഴുവൻ കൺട്രോൾ, അല്ലെങ്കിൽ ശരീരത്തിനെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പാകത്തിന് ആത്മാവ് എംപവേർഡ് ആയിരിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. അതായത് ശരീരത്തിന്റെ ക്ഷീണമോ ശരീരത്തിന്റെ അവസ്ഥയല്ല നമ്മളെന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? ആത്മാവ്, സോള്, ഓഫ് കോഴ്സ് ബോഡി. ഈ ബോഡിയുടെ കാര്യം ഡിറ്റർമൈൻ ചെയ്യേണ്ടത് റാദർ ഹല്ലേലൂയ ആത്മാവിന്റെ ഒരുക്കവും ശക്തിയുമായിരിക്കണം. ഹല്ലേലൂയ. ഈ കാര്യം അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഈ പറഞ്ഞ മൂന്നും കൂടി ആ അവസ്ഥയെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരിക്കണം. ആത്മാവിൻ്റെതായ ആ കൺട്രോളിലായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാവിനെ കൂടുതൽ ഫീഡ് ചെയ്യണം. ഹല്ലേലൂയ. ശരീരത്തെ ആവശ്യത്തിന് മാത്രമേ ഫീഡ് ചെയ്യാവൂ. ഹല്ലേലൂയ. ആത്മാവിനെ ഫീഡ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇനി എപ്പോഴൊക്കെ ഇത് മറന്നുപോലെ 24/7 നമ്മൾ എല്ലാവരെയും വീഴിക്കാൻ വേണ്ടി സാത്താൻ വാദിച്ചുകൊണ്ടിരിക്കുക. വെറുതെ കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വാദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആത്മാർത്ഥമായ നമ്മുടെ പ്രാർത്ഥന, ദൈവമേ എന്നെ പരീക്ഷയിൽ അകപ്പെടുത്തല്ലേ, എനിക്ക് അങ്ങനെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തം ചെയ്യാനുള്ളതാണ്, അങ്ങനെ ഏൽപ്പിച്ച പല കാര്യങ്ങളും എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞാൻ വളരാനുള്ളതാണ്, അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞാൻ ആയിത്തീരാനുള്ളതാണ്, അങ്ങ് എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചോ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ അതിനൊക്കെ തടസ്സമാണ് ഈ പരീക്ഷിച്ച് നമ്മൾ അല്ലെങ്കിൽ വീണുപോയ അവസ്ഥ. അപ്പോ നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കണം. നമ്മൾ ഉറപ്പായിട്ട് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനിരുന്നോ നമുക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്ത മണ്ഡലങ്ങൾക്കുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പിന്നെ ചില സമയത്ത് പരിശുദ്ധാത്മാവ് പറയും, ചില അന്ധകാര ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനു മുമ്പത്തെ സെഷനിലൊക്കെ നമ്മൾ എടുത്തായിരുന്നു. ആ ബലവാന്റെ അല്ലെങ്കിൽ ആ ദുഷ്ട പിശാചിന്റെ അന്ധകാര ശക്തിയിൽ ഇരിക്കുന്ന സാധനത്തിനെ നമുക്കതിനെ ബന്ധിക്കാൻ, ദുഷ്ടപിശാചിന്റെ ചില ഭാഗത്ത് നമ്മൾ ബന്ധിക്കേണ്ടി വരും, ചില ഭാഗത്ത് അന്ധകാര ശക്തിയെ പുറത്താക്കേണ്ടി വരും, ശാസിക്കേണ്ടി വരും, ദുഷ്ടപിശാചിനെ മാറ്റി നിർത്തേണ്ടി വരും. ഇതൊക്കെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, നമ്മൾ ഒരിക്കലും ബുദ്ധിയിൽ അസസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ആത്മാവ് നമ്മളോട് സംവേദിക്കുന്ന, ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ ആത്മാവിന്റെ നിലവാരം നമ്മൾ ഉയർന്നേ പറ്റൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാത്രമേ ആ സമയത്ത് എന്ത് ചെയ്യേണ്ടു എന്ന് നമുക്ക് അറിയുള്ളൂ.
ഹല്ലേലൂയ. ചിലപ്പോൾ ഹല്ലേലൂയ. അതെ, ഈ പരീക്ഷ എന്ന് പറയുന്ന സാധനത്തിന്റെ കുറച്ചുകൂടെ നമ്മൾ ആഴത്തിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31, 32 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31. ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതെന്ന് അതിന് വായിച്ചു. കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. നമ്മള് ഈ ഭാഗമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ യോബിന്റെ കാര്യത്തിലാണെങ്കിലും ദൈവത്തോട് പെർമിഷൻ ചോദിച്ചു. അപ്പൊ പെർമിഷൻ ചോദിച്ചിട്ട് കിട്ടേണ്ട ഒരു സാധനമാണ് ആ ഒരു കാര്യം. അതായത് പെർമിഷനൊക്കെ ചോദിക്കും. അത് എന്തോരം പരീക്ഷിക്കാം, എന്ത് ഭാഗം വരെ ഏത് ലെവൽ വരെ പോകാം, ഇതൊക്കെ ദൈവത്തിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണമേ, നമ്മളെ എന്തോരം പരീക്ഷിക്കുക, അല്ലെങ്കിൽ സാത്താൻ പരീക്ഷിക്കണോ വേണ്ടായോ എന്ന് ശരിക്കും പറഞ്ഞാൽ നിശ്ചയിക്കുന്ന ആരാ? സാത്താനല്ല. സാത്താൻ എപ്പോഴും നമ്മളെ പരീക്ഷിക്കണമെന്നാണ് താല്പര്യം. പക്ഷേ ദൈവമാണ്, നമ്മളീ വിളിക്കുന്ന ദൈവമാണ് ഇത് ഡിസൈഡ് ചെയ്യുന്ന ആള്. അപ്പൊ ഇതേ ദൈവം തന്നെ നമ്മളെ മനസ്സിലാക്കിപ്പിച്ച ഒരു പ്രാർത്ഥനയായത്. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക, ഞാൻ അപ്രൂവ് ചെയ്ത് തരാം. പക്ഷെ നമുക്ക് പലപ്പോഴും ആവശ്യമില്ല. പരീക്ഷയിൽ, അതായത് ഒന്നാമത് ഇതിനെക്കുറിച്ച് അറിയത്തുമില്ല, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഇത് ചോദിക്കുന്നുമില്ല. ഈ ദൈവത്തിന്റെ ഒരു കാര്യം, ചോദിക്കേണ്ട സാധനം ചോദിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിൽ യേശു തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ യേശുവിന് അറിയാം എന്താ നമുക്ക് വേണ്ടതെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറയണേ. ചിലപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് അറിയില്ലേലും ആത്മാവ് നമുക്ക് വേണ്ടി നമുക്ക് എന്താണ് ശരിക്കും ആത്മാവിന്റെ സിസ്റ്റത്തിൽ എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കി ആത്മാവ് അതിനു വേണ്ടി പ്രാർത്ഥിപ്പിക്കും. ഹല്ലേലൂയ. നമുക്കത് ആ ഒരു ലെവലിൽ, അതായത് നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാം, അത് വചനത്തിലുള്ളതാണല്ലോ. ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കാം. ഈ നമ്മുടെ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ച്, നമ്മൾ ഈ പറഞ്ഞത് ചുമ്മാ ഇങ്ങനെ നമ്മൾ പല കാര്യം ചോദിക്കുന്നൊക്കെ മാറ്റിവെച്ച്, ദൈവമേ അങ്ങേക്കറിയാം എനിക്ക് എന്താ വേണ്ടതെന്ന്. പക്ഷെ എൻ്റെ പ്രയോറിറ്റി ഒന്ന് ഫിക്സ് ചെയ്യാൻ എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങേക്കറിയാം. ഓ ഹല്ലേലൂയ. ആ പത്രോസിനെ തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തി, ആ മീൻ പിടിക്കാൻ പോയതിനു ശേഷം യഥാസ്ഥാനപ്പെടുത്തിയ സമയത്ത് പത്രോസ് അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു ചോദിക്കുന്നുണ്ടല്ലോ പത്രോസ്, ശിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ആ ഒരു ചോദ്യത്തിന് 3 പ്രാവശ്യം ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ആദ്യത്തെ 2 പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഡു യു ഹാവ് അഗപ്പെ എന്നുള്ള ഒരു ഇതാ ചോദിക്കുന്നത്. അപ്പം പത്രോസിന്റെ ആൻസർ, യെസ് ഗോഡ്, ഐ ഹാവ് ഫീൽ യു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നാണ് പറയുന്നത്. 3-ാമത്തെ പ്രാവശ്യം ചോദിക്കുന്നത്, ആട്ടെ, അറ്റ്ലീസ്റ്റ് ഡു യു ഹാവ് ദിസ് ഫീൽ യു, നിനക്ക് എന്നോട് ഈ പ്രിയമെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ശരിക്കും തകർന്നുപോയി. പത്രോസ് ആദ്യം പറഞ്ഞത് നുണയാ, കള്ളത്തരാണ്. അതായത് ഈ അകപ്പ ഉണ്ടോ ഇല്ലയോ ദൈവത്തിൽ നിന്ന് വരുന്ന സാധനമാണ് അകപ്പ. അത് പത്രോസിന് ഇല്ല. അതുകൊണ്ട് പത്രോസ് പറഞ്ഞ പ്രിയം. എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ്, പ്രിയമെങ്കിലും ഉണ്ടോ? ആ ഡിഗ്രി അങ്ങ് താത്തി പറയാം. അപ്പൊ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം നീ സകലതും അറിയുന്നു, നീ സകലതും അറിയുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ഒരു കാര്യം മറന്നുപോല, നമ്മുടെ ദൈവം സകലതും അറിയുന്നു. നമ്മുടെ പാസ്റ്റ് മാത്രമല്ല, നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ ഈ പ്രശ്നത്തിന് എന്താണ് സൊല്യൂഷൻ, എങ്ങനെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു തരാൻ അറിയുന്ന, അല്ലെങ്കിൽ ശരിക്കും സത്യം എന്തെന്നറിയുന്ന, ശരിക്കും കാര്യങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ യേശുപ്പനാണ്. ആ അപ്പനോടൊന്ന് ചോദിക്കാവോ, യെസ് ഹല്ലേലൂയ, ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് അവൻ പറയുന്ന അനുസരിച്ച് ജീവിക്കുവാണ് പറ്റുമെങ്കിൽ, അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മളെ യെസ് ശക്തമായി മുന്നോട്ട് നടത്തുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇവിടെ നമ്മൾ വായിച്ച ആ വേദഭാഗത്ത് നമ്മൾ കാണാം, പെർമിഷനും ഗ്രാൻഡും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ
ഈ സാത്താൻ ദുഷ്ടൻ നമ്മളോട് അല്ലെങ്കിൽ ഇങ്ങനെ പെർമിഷൻ ചോദിക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ, യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ എപ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ പരീക്ഷയിൽ അകപ്പെടുത്തല്ലേ, എൻ്റെ കാര്യങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്തല്ലേ എന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ, ഡു യു തിങ്ക് ഈ പറഞ്ഞ ഈ പെർമിഷൻ അങ്ങനെ ഈസി ആയിട്ട് ഗ്രാൻഡ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം യേശു തന്നെ പഠിപ്പിച്ചതാ. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ശരിക്കിത് ഇതൊരു ഒരു ചുമ്മാ ഇങ്ങനെ പ്രാർത്ഥനാ ചൊല്ലലിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യെസ്, ഹല്ലേലൂയ. സാത്താൻ അറ്റാക്ക് ചെയ്താൽ പിടിച്ചിരിക്കാൻ ഭയങ്കര പാടാണ്. ഹൗവയ്ക്ക് പോലും പറ്റിയില്ല. പത്രോസിനൊന്നും പറ്റിയില്ല. വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള യോബിനും അതുപോലെ യേശുവൊക്കെയാണ് പിടിച്ചു നിന്നത്. അപ്പോൾ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക. പിന്നെ പിടിച്ച് അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ദൈവം അതനുസരിച്ച് എംപവർ ചെയ്തിട്ടേ അലോ ചെയ്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒരു നിഗമനം. അതാണ് ദൈവം എന്നെ പഠിപ്പിച്ചത്. പലപ്പോഴും പക്ഷെ പ്രശ്നം പറ്റുന്നത് ഇവിടെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമുക്കിതിനെക്കുറിച്ചൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ഇത്രയും വലിയ ത്രെട്ടാണ് നമ്മൾ അറിയുന്നില്ല. ഇനി അതിനെക്കുറിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുമില്ല. അപ്പം യേശു ഒരുപക്ഷെ ഹെൽപ്ലെസ് ആയിരിക്കും. ഇപ്പൊ സാത്താൻ നിന്റെ അവനിങ്ങനെ ഈ വചനമൊക്കെ കേട്ടിട്ടും അവൻ പ്രാർത്ഥിക്കുന്നില്ല. ഹീസ് ഓക്കെ വിത്ത് ഇങ്ങനെ ഓരോ പരീക്ഷണവും അവന് കിട്ടിയാൽ അവന് കുഴപ്പമില്ലായിരിക്കും. അപ്പൊ അങ്ങനെ സാത്താൻ ഇതൊരു പ്ലീഡിങ് സിസ്റ്റമാണ്. ഇത് കോടതിയിൽ വാദിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വാദിക്കുന്ന ഒരു സിസ്റ്റമാണ്. പ്രിയ ദൈവമക്കളെ, 24/7 നമ്മളെ വീഴിക്കാൻ ഒരാൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളെ രക്ഷപ്പെടണമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ സോൾ രക്ഷപ്പെടണമെന്ന്, നമ്മൾ അപ്പറേറ്റ് ആയിട്ട് ദൈവത്തിന്റെ സന്നിധി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, നമ്മൾ ആത്മാർത്ഥമായി ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ദൈവമേ എന്നെ പരീക്ഷയിൽ അകപ്പെടുത്തരുത്. എൻ്റെ മണ്ഡലത്തെ അങ്ങനെ ഏൽപ്പിച്ച വ്യക്തിജീവിതങ്ങളെയും നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പിള്ളേരെ, അല്ലെങ്കിൽ നമ്മുടെ സഭയെ, നമ്മളെ ഏൽപ്പിച്ച വിശ്വാസികളെ അതൊരു പരീക്ഷയിൽ അകപ്പെടുത്തരുതേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവം ഡെഫിനറ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.